Good morning students, welcome to our GK class. Today we are going to study class 5 GK page 40. Prevention is better than cure. Okay, you take your text page 40. Prevention is better than cure. എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിൽ നല്ലതാണ് അസുഖം വരാതെ സൂക്ഷിക്കുന്നത് അല്ലേ? So you take your text page 40. There is a puzzle. Okay, first one നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ സ്പെല്ലിങ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് വെച്ച് കാണുക. ഓക്കെ, ഫസ്റ്റ് വൺ താഴേക്കാണ് എഴുതേണ്ടത്. ഇത് ത്രോട്ട് സ്വെൽസ് അപ്പ് ഡ്യൂ ടു അയഡിൻ ഡെഫിഷ്യൻസി അതായത് അയഡിൻ്റെ കുറവ് മൂലം ത്രോട്ട് സ്വെല്ല് ചെയ്യുക. ആ ഡിസീസിന് പറയുന്ന പേരാണ് ഗോയിറ്റർ. ഓക്കെ, സോ ഫസ്റ്റ് വൺ താഴേക്ക് എഴുതുക ഗോയിറ്റർ. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് അഫക്ട്സ് ദ മെംബ്രെയിൻ കവറിങ് ഓഫ് ദ ബ്രെയിൻ അതായത് ബ്രെയിനെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ് ദാറ്റ് ഈസ് മെനഞ്ചൈറ്റിസ്. മെനഞ്ചൈറ്റിസ് എന്നും താഴത്തേക്കാണ് എഴുതേണ്ടത്, താഴോട്ട് എഴുതുക മെനഞ്ചൈറ്റിസ്. ക്യാൻ യു സീ ദിസ്? സെക്കൻഡ് വൺ താഴേക്ക് എഴുതുക മെനഞ്ചൈറ്റിസ്. ഓക്കെ, തേർഡ് വൺ അത് എക്രോസ് ആയിട്ട് നേരെ എഴുതേണ്ടതാണ്. ഇറ്റ് സ്പ്രെഡ്സ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ അതായത് മലിനമാക്കപ്പെട്ട ഫുഡിലൂടെയും വാട്ടറിലൂടെയും പകരുന്ന ഒരു ഡിസീസാണ് ദാറ്റ് ഈസ് കോളറ. ഓക്കെ, ദാറ്റ് ഈസ് കോളറ. ക്യാൻ യു സീ ദിസ്? ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ there are too few red blood cells in the body due to iron deficiency അതായത് അയണിൻ്റെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ അയണിൻ്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ അളവ് കുറയുന്നു. ദിസ് ഈസ് നോൺ ആസ് അനീമിയ. ഓക്കെ, അനീമിയ എന്ന് നിങ്ങൾ താഴേക്കാണ് എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ caused due to vitamin B deficiency, it affects the nervous system അതായത് വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് ഇത് ബാധിക്കുന്നത്. സോ ഇറ്റ് ഈസ് ബെറിബെറി. ഫിഫ്ത്ത് വൺ ഈസ് ബെറിബെറി. ഓക്കെ, സ്പെല്ലിംഗ് അവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങൾ കറക്റ്റായിട്ട് സ്പെല്ലിംഗ് നോക്കി എഴുതുക. ഓക്കെ, ആൻഡ് സിക്സ്ത് വൺ it is caused by the bite of the female anopheles mosquito അതായത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയുടെ ബൈറ്റിലൂടെ പകരുന്ന ഡിസീസാണ് ദാറ്റ് ഈസ് മലേറിയ. അത് എക്രോസ് ആയിട്ടാണ് എഴുതേണ്ടത്, നേരെ എഴുതേണ്ടതാണ് മലേറിയ. ഓക്കെ, ആൻഡ് സെവൻത് വൺ ബോൺസ് ബിക്കം ഡീഫോംഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി അതായത് നമ്മുടെ ബോൺസിൻ്റെയൊക്കെ എന്താണ് കട്ടി കുറയുക അല്ലെങ്കിൽ ബോൺസൊക്കെ വളഞ്ഞു പോവുക, ഇങ്ങനെയുള്ള ഡിസീസ് ഉണ്ടാകാൻ കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് റിക്കറ്റ്സ് എന്നാണ് ഈ കണ്ടീഷൻ അറിയപ്പെടുന്നത്. ഓക്കെ, സോ സെവൻത്ത് വൺ ഈസ് റിക്കറ്റ്സ് ആൻഡ് എയ്ത്ത് വൺ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോക്ജോ. ഇറ്റ് അഫക്ട്സ് ദ സ്കെലിറ്റൽ മസിൽസ്. സ്കെലിറ്റൽ മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ് ദാറ്റ് ഈസ് ടെറ്റനസ്. ഓക്കെ, എയ്ത്ത് വൺ ഈസ് ടെറ്റനസ്. ക്യാൻ യു സീ ദ സ്പെല്ലിംഗ്? എയ്ത്ത് വൺ ഈസ് ടെറ്റനസ്, താഴോട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, ആൻഡ് നയൻത്ത് വൺ ഇറ്റ് ഈസ് ആൻ എയർബോൺ ഡിസീസ് ഇൻ വിച്ച് റാഷസ് അപ്പിയർ ഓൺ ദ സ്കിൻ അതായത് എയർബോൺ ഡിസീസാണ്. സ്കിന്നിൽ റാഷസ് പാടുകളൊക്കെ ഉണ്ടാകും. സോ
rashes appear on the skin. So it is known as measles. Okay. And 10th one, the 9th one across ആയിട്ടാണ് എഴുതേണ്ടത്. 10th one cannot see the dim light due to the deficiency of vitamin A. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഡിം ലൈറ്റിൽ കാഴ്ച സാധ്യമല്ല. ഈ കണ്ടീഷൻ പറയുന്ന പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, സോ 10th one ഈസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, ക്യാൻ യു സീ ദ ബോക്സ്? I am healthy because I do not have any disease. ഒരാൾ ഹെൽത്തി ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? യാതൊരു അസുഖവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഹെൽത്തി എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കിയേ. ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. എ ഹെൽത്തി ബോഡി ആൻഡ് എ ഹെൽത്തി മൈൻഡ് മേക്സ് യു ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ. ഓക്കെ, ഹെൽത്തി ബോഡി ഉണ്ടെങ്കിലേ നമുക്ക് ഹെൽത്തി മൈൻഡ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, so this much for today. These are the topics. You study well. We will meet in the next class. Thank you.